പ്രാണിയാണ് വരുന്നില്ല. മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മള് കഴുകി കളയാം. പിങ്കുവാ ആരടി ചൂല് കിടത്തിയിട്ട് എല്ലാം മാരിയാണ് ആദ്യം കുളിക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളൊരു ഈവനിങ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഈവനിങ് വ്ളോഗാന്ന് തോന്നുന്നില്ലല്ലോ, ഒരു ഉച്ച വ്ളോഗ് പോലെയല്ലേ തോന്നുന്നത്. ഇതെന്ത് സംഭവിച്ചാലേ, ഇന്ന് ഞാൻ രാവിലത്തെ പണിയൊക്കെ ഒരുങ്ങിയിട്ട് ഒരു 11-11:30 കിടന്നുറങ്ങി. എന്നിട്ട് 2:30 എണീറ്റ്. അപ്പം എൻ്റെ നല്ലൊരു ഉച്ചുറക്കം രാവിലെ തന്നെയാണ് തീർന്നിരുന്നു. എന്നിട്ട് പിന്നെ ഊണഴിക്കലൊക്കെ കഴിഞ്ഞ് ഇത്തിരി നേരം ഒന്ന് ഇരുന്നപ്പോഴത്തേക്കും ഏകദേശം ഒരു 3-3:30 ആയി. പിന്നെ നല്ലോണം വെയിലാറാൻ കാത്തുന്നില്ല. ഗൈ അടിക്കൽ ഉമ്മറടിക്കൽ ഒക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചായ കൂടി ഇത്തിരി നേരത്തെ ആയിരുന്നു. ചായക്ക് പ്രത്യേകിച്ച് കടിക്കാനും കുറിക്കാനായിട്ട് ഒന്നുമില്ല. അച്ഛനായിട്ടും ഡെയിലി കൊണ്ടുവരില്ലാണ് ഒറിയോടെ ബിസ്ക്കറ്റ് കൂട്. അപ്പം അത് ഇന്നലെ കൊണ്ടുവന്നത് തിന്നാൻ മറന്നിരുന്നു ഉണ്ണിയോള്. അങ്ങനെ TV കണ്ടിട്ട് വർത്താനം പറഞ്ഞിരുന്നിട്ട് അപ്പം ഞാനത് മെല്ലെ എടുത്ത് ഫ്രിഡ്ജിൽ ഒളിപ്പിച്ച് വെച്ചു. അപ്പം അതിപ്പോൾ വൈകിട്ട് അവർക്ക് ചായക്ക് കൊടുത്തതാണ് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് തുണികളൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു മെഷീനിൽ. അപ്പം അത് കോണിക്കൊണ്ടുള്ള കൂടെയൊക്കെ തോരിടാൻ വേണ്ടിയിട്ട് ഞാൻ മേലേക്ക് കയറിയാണ്. പെൺകുട്ടീനെ ഇപ്പം എന്താ അങ്ങനെ വീഡിയോയിലൊന്നും കാട്ടാത്തതെന്ന് കുറേ പേര് ചോദിച്ചായിരുന്നു കേട്ടോ. ഇതാ അപ്പം നമ്മളെ പെൺകുട്ടിയുടെ രോമമൊക്കെ നമ്മൾ അന്ന് വെട്ടി ചെറുതാക്കിയില്ലേ, അപ്പം അതെല്ലാം വലുതായി. അവള് പഴയ മാരി മിടുക്കിയായിട്ടുണ്ടേ. പിങ്കുമോളെ ആരാ ചൂല് കേടത്തിയത്? ഇത്ര ചൂലറി മേലെ ചൂലിടരുതേ, ഞാൻ എപ്പോഴും പറയലുണ്ട്. ആ പിങ്കുമോളെ, പിങ്കുമോൾ, പിങ്കു പിങ്കുവാ. പെൺകുട്ടിയുടെ മേച്ചിൽപ്പുറം നമ്മുടെ ടെറസ് മേലെയാണല്ലോ. ആ കാണ കൊണ്ടുതന്നെ ടെറസിൻപുറം വല്ലാണ്ട് മുഷിഞ്ഞ് അങ്ങനെ ഇടയില്ല. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അടിച്ചൊരി മെനയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാനൊരു കുറ്റിച്ചൂല് എപ്പോഴും മേലെപ്പാത്ത് കരുതും. പക്ഷേ മുന്നേൻ്റെ വ്ളോഗൊക്കെ കാണുന്നവർക്കറിയാം, എത്ര കുറ്റിച്ചൂല് ഇവിടെ ഇട്ടണോ അത്രയും എണ്ണ അവൾ നാശാക്കിയിട്ടുണ്ട് കേട്ടോ. ഒക്കെ കിട്ടാത്തോടത്ത് മേലെപ്പാത്ത് വെച്ചാൽ അത് എങ്ങനെയാലും വീണാണെങ്കിൽ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവൾ അതിൻ്റെ പണി ഒരുക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവളെ കൂടെയൊക്കെ കളിച്ചിതാ ബാക്കിയുള്ള തുണികളും കൂടെ തോരിട്ടിട്ട് താത്തിക്ക് ഇറങ്ങാൻ നിൽക്കുകയാണേ. അപ്പം നമ്മുടെ ഈ മെഷീൻ്റെ അവിടുത്തെ സ്വിച്ച് ബോർഡിന് ചെറിയൊരു ഷോക്ക് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ പ്ലാസ്റ്റിക് ഡപ്പ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പ് കൊണ്ടൊക്കെയാണ് സ്വിച്ച് ഓണാക്കി ഓഫാക്കും ചെയ്യുക. അനങ്ങിയൊക്കെ ഷോക്ക് അടിക്കും കേട്ടോ. എൻ്റെ ശരീരത്തിൽ കുറച്ചധികം കറണ്ട് ജാസ്തിയാണെന്നാണ് തോന്നുന്നത്. ഏട്ടൻ പണി മാറ്റി വന്നെയാണ്. താത്തന്ന് തന്നെ വിളിച്ച് കാറ് വരുന്നു കേട്ടോ. അപ്പം ഞാൻ താഴെ എത്തി ചായയൊക്കെ ചൂടാക്കി കൊടുത്തു. അതെല്ലാം കുടി കഴിഞ്ഞപ്പോൾ നമ്മൾ ചക്ക മുറിക്കാൻ പോവാണ് കേട്ടോ. ഇതേട്ടൻ 2-3 ദിവസം മുന്നേ കൊണ്ടുവന്നെയാണേ. അപ്പോൾ അത് പഴുത്തമാരി ഉണ്ടായിരുന്നില്ല, കറി വെക്കാമെന്നാണ് ഞാൻ കരുതിയത്. പേട്ടൻ പറഞ്ഞത് വേണ്ട, വരിക്ക ചക്കയാണ്, നല്ല മധുരമുള്ള ചക്കയാണ്, നമുക്കത് പഴുപ്പിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഏകദേശമൊക്കെ പഴുത്തും തോന്നിയപ്പോ ഒന്ന് മുറിച്ച് നോക്കിയാണേ. ഇവിടുത്തെ ഉണ്ണിയോക്ക് നല്ലോണം പഴുത്തളിഞ്ഞ ചക്കയായാലും പഴമായാലും ഇഷ്ടമല്ല കേട്ടോ. അപ്പൊ നല്ലോണം പാകത്തിന് പഴുത്ത നല്ല മണമുള്ള അത്യാവശ്യത്തിനപ്പുറം വെള്ളം കുടിച്ചൊരു ചക്കയാണ് ഇമ്മക്കിപ്പോൾ ഇന്ന് കിട്ടിയിട്ടില്ല കേട്ടോ. പായസ് വ്ലോഗ് എൻ്റെ കൂട്ടുകാരി സാധനം ഉണ്ടല്ലോ, അവളൊരു കമൻറ്റ് ഇട്ടായിരുന്നു, എടി ഈ വെള്ളം കുടിച്ച ചക്കയൊക്കെ തിന്നുന്നേക്കാൾ നല്ലത് വരട്ടി വേവിച്ചെന്തെങ്കിലുമൊക്കെ ആക്കുന്നതാണ്. അത് വാസ്തവമാണ് കേട്ടോ. വെള്ളം കുടിച്ച ചക്ക തിന്നാൻ സ്വാദ് കമ്മിയാവും. അപ്പോൾ നമുക്കത് വേവിച്ച് വരട്ടി എന്തെങ്കിലുമൊക്കെ അപ്പോ പായസമൊക്കെ ആക്കാമല്ലോ. അപ്പോൾ നമുക്ക് അതിലെല്ലാം ആക്കണം. തിന്നേൻ്റെ ബാക്കി എന്തായാലും ഒക്കെ ചുളപ്പറിച്ച് ഫ്രിഡ്ജിലാക്കി വെച്ചു കേട്ടോ. പിന്നെ ബാക്കിയുള്ള എല്ലാം നുറുക്കി മുറിച്ച് അപ്പുറം ഇപ്പുറമൊക്കെ ഓരി വെച്ചിട്ട് കൊടുത്തു. ഇനിയിപ്പോൾ വെള്ളം കുടിച്ചതാണെങ്കിലും ചക്ക ഇഷ്ടമുള്ളവർക്ക് അതിലൊന്നും പരാതിയും പരിഭവം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഓരിച്ചതിൻ്റെ ബാക്കി ചക്കയൊക്കെ കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ഞാൻ ആത്തിക്ക് കൊണ്ടുപോയിട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ചക്കക്കുരും ചക്കമടലും എല്ലാം കൂടെ എൻ്റെ ആത്തിൽ കൂടെ ആക്കുള്ളൂ. അപ്പോളേ ഇന്നത്തെ വ്ളോഗിലുണ്ടല്ലോ നിങ്ങൾക്ക് കുറേ പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു 2 പ്രൊഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ ഇന്ത്യ ആദിയുടെ അച്ഛൻ്റെ ഒക്കെ മണ്ടയിൽ അത്യാവശ്യം നല്ലോണം താരമുണ്ട് എന്നുള്ളത് ഞാൻ മുന്നിലുള്ള വ്ളോഗിലൊക്കെ പറഞ്ഞിരുന്നില്ലേ. ഇപ്പം കുറേ എണ്ണയും ഷാമ്പു ഒക്കെ നമ്മൾ ഉപയോഗിച്ചാണ് യാതൊരുവിധ മാറ്റം ഉണ്ടായില്ലെന്നല്ല, നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കിട്ടിയിരുന്നില്ല. അത് ചെയ്യുമ്പോൾ അപ്പം ഒന്ന് താരം പോകുന്നല്ലാണ്ട് പരിപൂർണമായിട്ട് അതിനൊരു മോചനം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം അതിന് ഏറെക്കുറെ ഒരു പ്രതിവിധി ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് നിങ്ങളുടെ അടുത്തൊന്നും ഷെയർ ചെയ്യാതിരിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ അത് നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ട്രേഡ ഹെർബൽസിൻ്റെ ഒരു ഹെയർ ഓയിലും അതുപോലെ ഒരു ഹെർബൽ ഷാമ്പുവും കൂടെ മേടിച്ചാണ് കേട്ടോ. എനിക്കിത് ഒത്തിരി ഇഷ്ടമായെന്ന് പറഞ്ഞാൽ ഒത്തിരി ഇഷ്ടമായി. ഇത് പരസ്യം കാര്യങ്ങളൊന്നുമല്ല, നമ്മൾ ഉപയോഗിച്ചിട്ട് നമുക്ക് അത്രയും തൃപ്തിയായ കാരണം കൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. ഇപ്പം നമ്മൾ 2ാമത്തെ ബോട്ടിലും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. 2 ഷാമ്പു ഒക്കെ കഴിഞ്ഞു. ഷാമ്പു പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. കാരണം ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. ഹെർബൽ ഷാമ്പു ആണ്. നമ്മൾ എണ്ണ തേച്ച് കഴിഞ്ഞാൽ ആ എണ്ണ തലയുമ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എണ്ണ തേക്കാത്തവർക്ക് പെട്ടെന്ന് നീരിറങ്ങും,
പിന്നെ അത് ഈ ആകെ ഒരു പിടി മുടിയൊക്കെ ഉള്ളവർക്ക് എണ്ണയും തേച്ച് നടന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അവസ്ഥ നമുക്ക് അറിയാലോ. ആ കാരണം കൊണ്ട് നമ്മൾ ഡെയിലി എണ്ണ തേക്കൂല, വല്ലപ്പോഴും ഒക്കെ ആഴ്ചയിൽ ഒരു 2-3 ദിവസമൊക്കെയാണ് എണ്ണ തേക്കുള്ളൂ. അപ്പം അങ്ങനെ തേച്ച് നല്ലോണം മസാജ് ചെയ്ത് ഈ ഒരു ത്രേതയുടെ ഹെർബൽ ഷാമ്പൂ വെച്ചിട്ട് അത് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലമണ്ടയിൽ അടിങ്ങിയിട്ടുള്ള താരന് നല്ല മാറ്റമുണ്ട് കേട്ടോ. മറ്റേത് എൻ്റെ ഈ വഴയൊക്കെ ഇങ്ങനെയും പിടിച്ചിട്ട് ചുരണ്ടി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ള പൊടി പാറുമായിരുന്നു. ഇപ്പം അങ്ങനത്തെ വലിയൊരു പ്രശ്നമില്ല. ഈ താരം കാരണം കൊണ്ട് കണ്ടോ നമ്മുടെ വാഴയൊക്കെ ഇങ്ങനെ വീതി കൂടി വരികയാണ്, മുടി നന്നായിട്ട് കൊഴിഞ്ഞു പോയിട്ട്. അപ്പോൾ മാത്രമല്ല എനിക്ക് തോന്നുന്നത് അത് ഇത്തിരി ഒന്ന് എൻ്റെ മുടി നീളം ചെയ്തു. കാരണം എൻ്റെ മുടി വലിയൊരു നീളം വെക്കുന്ന ഒരു മുടി അല്ലല്ലോ. അപ്പോൾ ഒരു പൊടിക്ക് നീളം വെച്ച മാതിരിക്ക് തോന്നി. അച്ചൂട്ടിക്കും മാതിരിക്കും നല്ല എഫക്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തിൻ്റെ തലത്തെ താരൻ നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആദ്യം മക്കളിൽ പരീക്ഷിച്ചിട്ടാണ് അമ്മ അത് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് പൊതുവേ എണ്ണയ്ക്കിന് ഇഷ്ടമല്ല, ഇങ്ങനെ എണ്ണ തേക്കിലുമില്ല. പക്ഷെ താരം പോകുന്ന കണ്ടപ്പോൾ ഞാൻ തേക്കാൻ തുടങ്ങിയാണ്. അതും ഡെയിലി തേക്കില്ലേ, ഞാൻ ആഴ്ചയിൽ 2-3 ദിവസം. അപ്പം കാർക്കയിലൊക്കെ താരൻ്റെ ശല്യം ഉണ്ടെങ്കിൽ ഈ 2 സാധനം മേടിച്ചോളും. എണ്ണ മാത്രം മേടിച്ചിട്ട് കാര്യമില്ല, എണ്ണ തേച്ച് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് നമ്മൾ കഴുകി കളയണം. അപ്പോൾ ഡെയിലി ഷാമ്പൂ ഇട്ടിട്ട് അത് കഴുകി കളയാ വെച്ചാൽ അതിന് കുറേ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ ഹെർബൽ ഷാമ്പൂ ആകുമ്പോൾ അങ്ങനെ ഷാമ്പൂ ഡെയിലി യൂസ് ചെയ്യുന്നതിൻ്റെ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല, മുടി പൊട്ടിപ്പോവുക അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എനിക്ക് ഈ ഷാമ്പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഇഷ്ടമാണ്. കൈക്ക് പീച്ച് കാണിച്ചു തരാൻ മാത്രം ഇതിലില്ല. ഇതിപ്പോൾ എങ്ങനെ വെച്ചാൽ നല്ല മണമാണ് കേട്ടോ. അതിന് ഒരു നാച്ചുറൽ സ്മെല്ലാണ്. നമ്മുടെ അലോവറ, അതുപോലെ വിറ്റാമിൻ ഇ, നല്ല ഐറ്റംസ് ഒക്കെയാണ് ഇതിലുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതിന് ഉണ്ടോ അറിയില്ല, പീച്ചൊക്കെ ആക്കട്ടെ. നമ്മളിപ്പോൾ ഓർഡർ ആക്കിയതിനിപ്പോൾ എന്നാ വരിക എന്നൊന്നും അറിയില്ല കേട്ടോ. അത് വരുന്നവരത്തേക്ക് ഉപയോഗിക്കാനുള്ളത് ഇത് കഷ്ടിയാണ്. കാണുന്നുണ്ടോ? ഉണ്ടോ? ഇങ്ങനെ ഒരു ജെല്ല് മാതിരിയാണ്. ആദ്യം കുളിക്കാൻ പോവല്ലേ? എൻ്റെ കഴിയുമ്പോൾ എന്തായാലും ഹൈലൈറ്റ് ഇതിൻ്റെ റേറ്റും മറ്റു കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഇൻസ്റ്റയിൽ ഇവരുടെ പേജ് ഉണ്ട്, അതിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. നമ്മൾ സോഷ്യൽ മീഡിയയിലുള്ള കാരണം കൊണ്ട് ജെന്യൂനായ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂവും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതൊക്കെ കൊളാബാണ്, അങ്ങനെയൊക്കെയാണ് പറയണത്. അപ്പോൾ ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് യൂട്യൂബിൽ നമ്മുടെ വ്ളോഗൊക്കെ കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഈ റിവ്യൂ പറയണത്. ഒത്തിരി പേർക്ക് താരൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്ന് 1 മാസം ഉപയോഗിച്ച് നോക്കൂ. മാറ്റമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഉപയോഗിക്കുകയും ചെയ്യണ്ടല്ലോ. എനിക്ക് മാറ്റമുണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കും കൂടെ ഉപകാരമായിക്കോട്ടെ എന്ന് ഓർത്ത് കാണിച്ചത്. കണ്ടോ, എനിക്കറിയാലോ എൻ്റെ മുടി ഒരു വാല് മുടിയാണ്, ഇപ്പോഴും വാല് തന്നെയാണ്. എന്നാലും ആ കോഴിവാലിന് ഇത്തിരി ഒരു ഭേദം വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നി. സാധാരണ എൻ്റെ മുടി ചീർപ്പും കൊണ്ടൊക്കെ ചീന്തൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ മാന്തൊക്കെ ചെയ്യുമ്പോഴത്തേക്കും വെള്ളപ്പൊടി ഇങ്ങനെ ആകാശത്ത് കൂടെ പാറിക്കളിക്കും കേട്ടോ. അതിന് നല്ല രീതിക്ക് മാറ്റമുണ്ട്. കാരണം ഞാൻ ഇപ്പോൾ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 3-4 മാസമൊന്നും ആയിട്ടില്ല, 1 മാസമായിട്ടേ ഉള്ളൂ. ഉണ്ണോള് പക്ഷെ അതിൻ്റെ മുന്നേ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അവർ ഡെയിലി എണ്ണ വയ്ക്കും, അങ്ങനെ ഷാമ്പുട്ട് കഴുകി അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് അവരുടെ പെട്ടെന്ന് മാറിയത്. ഞാൻ പക്ഷേ ആഴ്ചയിൽ 2-3 ദിവസമൊക്കെയാണ് എണ്ണ വെച്ച് ഷാമ്പുട്ട് കഴുകി കളയുന്നുള്ളൂ. എന്നിട്ടും എനിക്ക് 1 മാസം കൊണ്ട് നല്ല രീതിക്ക് മാറ്റം കിട്ടി. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്രദമാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് ഓർത്ത് പറഞ്ഞു തന്നെ കേട്ടോ. ഈ വൈകിട്ടുണ്ടല്ലോ രമേശേട്ടൻ വരുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് സമയം കിട്ടും. കുട്ടികൾക്ക് ഇപ്പോൾ സ്കൂളിലൊക്കെ പാഠമൊക്കെ എടുത്ത് തുടങ്ങുന്നല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഒരുപാട് പഠിക്കാനൊന്നും ആയിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഇരുന്നിട്ടാണ് ഞാൻ സാധാരണ തൊട്ടടുത്ത ദിവസത്തേക്കുള്ള വെളുത്തുള്ളി, ഇഞ്ചി അല്ലെങ്കിൽ വേറെ പച്ചക്കറികളൊക്കെ വൃത്തിയാക്കി നേരെയാക്കി വയ്ക്കുക കേട്ടോ. അപ്പോൾ അതെല്ലാം ചെയ്തു. അപ്പോഴത്തേക്കും ആദ്യം ജിമ്മൊക്കെ കഴിഞ്ഞ് വന്നതാണ്. അവൻ ആ ചക്കയൊക്കെ കൊച്ചോളം പറിച്ചു കൊടുത്തു. ജിം ക്ലാസ് കഴിഞ്ഞ് വന്ന ഒരു വിശപ്പാവും. ആ സമയത്ത് എന്ത് കൊടുത്താലും വാരി വിളിച്ച് തിന്നോളൂ. അതുപോലെ ഏട്ടൻ വരുമ്പോൾ 2 പേരും വണ്ടി വരാറുള്ളതാണ് കവർ തട്ടിപ്പറിക്കാനായിട്ട്. ഇന്നിപ്പോൾ ഏട്ടൻ വീട്ടു സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടി വെച്ച് വിളിച്ചപ്പോഴത്തേക്കും ഫോണിൽ കൂടെ പറഞ്ഞു തിന്നാൻ പ്രത്യേകിച്ച് ഒന്നും കൊണ്ടില്ല, ആരും ഒന്നും ചോദിക്കണ്ട എന്നുള്ളത്. അപ്പോൾ ഒന്നും കിട്ടൂല എഴുതിയിട്ട് തോന്നുന്നു. 2 ആൾ വന്നില്ല, പക്ഷെ അവർക്ക് 2 ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യത്തിനവിടെ ഉമ്മർത്തിരുന്ന് ഞാൻ പറഞ്ഞില്ലേ ചക്ക തിന്നുന്നുണ്ട്, ഫോണ് കളിക്കുന്നുണ്ട്. ചെറുതാണെങ്കിൽ കുളിമുറിയിലായിരുന്നു, അതുകൊണ്ടൊക്കെയാണ് വരാതിരുന്നത് കേട്ടോ. അത് വേറെ കാര്യം. അപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചു. ഇടയിൽ ഞാൻ പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു കേട്ടോ, മത്തി. ഞാൻ കുറേ ദിവസമായി ഇവരടുത്ത് പച്ചമീൻ കൊണ്ട് എങ്ങനെ പറയണു കെഞ്ചിണു, പക്ഷെ പച്ചമീൻ കൊണ്ടിനേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അറിയാലോ കടലിൽ കണ്ടെയ്നറൊക്കെ മറിഞ്ഞ് എല്ലാവരും ഒരുവിധം പച്ചമീൻ മേടിക്കുന്നതിൽ നിന്ന് കുറച്ചൊന്ന് മാറി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഒക്കെ മേടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ.
അപ്പോൾ അങ്ങനെ ഞങ്ങളും മേടിക്കാറുണ്ടായിരുന്നില്ല. ഉണക്കൽ തന്നെ മേടിക്കൽ, ഉണക്കൽ, കോഴിമുട്ട അങ്ങനെയൊക്കെ. പച്ചമീനൊക്കെ ഇത് കൂടെ പോകുമ്പോൾ നോക്കി നിൽക്കലേ ഉണ്ടായിരുന്നുള്ളൂ, ചെറിയ നിൽക്കണമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ ചേച്ചീനെ വിളിച്ചപ്പോൾ ഓളാ പറഞ്ഞത് ഞങ്ങൾ മത്തി മേടിച്ചു, നല്ല പഞ്ഞിയുണ്ട്, നല്ല സ്വാദുണ്ട് ഒക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കര കൊതിയായിട്ടോ പച്ചമീൻ ഉണ്ടാക്കാനും കഴിക്കാനൊക്കെ ആയിട്ട്. അതും പഞ്ഞിയുള്ള സമയത്ത് തന്നെ മീനിനൊരു പ്രത്യേക രുചിയാവുമല്ലോ. ഈ മഴയൊക്കെ പെയ്യുമ്പോൾ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഈ സമയത്ത് മീനിന് നല്ല രുചിയാവൂലേ. അപ്പോൾ ആണെങ്കിൽ മീൻ പിടിക്കാനും പറ്റൂലല്ലോ. എന്തായാലും പഞ്ഞിയുള്ള കാരണം കൊണ്ട് ഇനിയിപ്പോൾ ആ മീൻ തിന്നിട്ട് എന്തെങ്കിലും ആവുകയാണെങ്കിലും തിരക്കില്ല, മത്തി എന്തായാലും വേണം. നീ വാശി പിടിച്ച് കൊണ്ടിരിച്ചാണ് കേട്ടോ. ഏട്ടൻ പറഞ്ഞു നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് മേടിച്ചാൽ പോരേടി, മീൻ പിന്നെ മേടിക്കാമല്ലോ ഒക്കെ. പക്ഷേ മീൻ പിന്നെ കിട്ടും, പക്ഷെ അതിൻ്റെ അടുത്ത പഞ്ഞി കിട്ടൂല. അത് ഈ ഒരു സീസണിൽ മാത്രം കിട്ടുന്നതാണ്. അതുകൊണ്ട് നിർബന്ധപൂർവ്വമാണ് ഞാൻ ഈ മത്തി മേടിപ്പിച്ചിട്ടുള്ളത്. കുറേ കാലം കൂടി കിട്ടിയായതുകൊണ്ട് അതിൻ്റെ എല്ലാവിധ ആവേശവും എൻ്റെ മുഖത്തുണ്ടായിരുന്നു. അപ്പോൾ ഇരുന്നിരിപ്പ് തന്നെ അതെല്ലാം നന്നാക്കുകയാണ്. മേക്കലുകളൊക്കെ കഴിഞ്ഞാണ്. എന്നാൽ കൂടെ ഞാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല. ഈ പറഞ്ഞ ഇങ്ങോട്ട് ഊര വെച്ചിട്ട് ഇരിക്കാനൊന്നും വയ്യ. എന്നാലും വേണ്ടില്ല, തിന്നാനുള്ള കൊതി കൊണ്ട് ഞാൻ ഇരുന്നിരിപ്പ് തന്നെ മൊത്തം നേരേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചെടുത്ത് പെനച്ച് വറ്റിക്കാന്നൊക്കെ ഓർത്തു. പിന്നെ കുറേ ദിവസം കൂടി ഉണ്ടാക്കണേ. അപ്പോൾ ഇത് ഇങ്ങനെ 2, 3, 4 വാട്ടിയൊന്നും ആക്കണ്ട, ഒന്നിച്ച് തന്നെ നമുക്ക് വറക്കുകയും കറി വയ്ക്കുകയും ഒക്കെ അങ്ങോട്ട് ചെയ്യാമെന്നോർത്ത് മീനൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്തായാലും ഇതെല്ലാം കഴിഞ്ഞാൽ മേലെ കഴുകേണ്ടി വരും. കാരണം ചെളുക്ക അത്യാവശ്യം നല്ല രീതിക്ക് തെറിക്കുന്നുണ്ട്. എനിക്കിങ്ങനെ പാത്രം മുന്നിലേക്ക് വെച്ച് കുമ്പിട്ടിരിക്കാൻ വയ്ക്കില്ല. ആ കാരണം കൊണ്ട് ഇങ്ങനെ പാത്രത്തിൻ്റെ അടുത്ത് ചാരി ഇരുന്നാണ് മീനൊക്കെ വൃത്തിയാക്കണം കേട്ടോ. അപ്പോൾ മീൻ നന്നാക്കൽ എളുപ്പമാക്കാനുള്ള ഒരു ടിപ്പാണ്. വീട്ടിലുള്ള ആരെങ്കിലും ഒക്കെ മീൻ നന്നാക്കുന്നതിൻ്റെ അടുത്ത് വന്ന് അങ്ങനെ ഇരുന്നാൽ മതി. ഇതതുപോലെ നമ്മൾ അച്ചൂസ് കാണിക്കുന്ന മാതിരി വെറുതെ ഇരുന്നാൽ പോരാ, അങ്ങനെ കലകലേ സംസാരിച്ചുകൊണ്ടിരിക്കണം. വീട്ടുവിശേഷം, നാട്ടുവിശേഷം, അങ്ങനെ എല്ലാ വിശേഷവും നമ്മുടെ അച്ചൂസ് എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ മീൻ നന്നാക്കുന്ന നേരം കേട്ടോ. പകലാണെങ്കിൽ വല്ലാണ്ട് വന്നിരിക്കില്ല. അപ്പോൾ ചിലപ്പോൾ മൂപ്പര് TV ഒക്കെ കണ്ട് അങ്ങനെ ഇരിക്കും. രാത്രി ഞാൻ ഒറ്റയ്ക്ക് അടുക്കള പുറത്തിരുന്ന് മീൻ നന്നാക്കുന്നത് അച്ചൂട്ടന് പേടിയാണ്. അതുകൊണ്ട് അവൻ എന്നെ ഒറ്റയ്ക്കാക്കാണ്ട് എൻ്റെ കൂടെ വന്നിരിക്കും. ഞാൻ ഈ മീൻ എടുത്ത് നന്നാക്കാൻ തുടങ്ങിയപ്പോഴേ ഓർത്തു അച്ചൂട്ടി വരുമായിരിക്കുമോ, വരുമായിരിക്കുമോ എന്ന്. പക്ഷെ വിളിക്കേണ്ടി ഒന്നും വന്നില്ല. ആളെൻ്റെ അടുത്തിരുന്ന് മീൻ നന്നാക്കുന്ന മൊത്തം കണ്ട് മൊത്തം തള്ളി മറിച്ചാണ് പിന്നെ എണീറ്റ് പോയത്. മീനുകൊണ്ടുണ്ടല്ലോ കറി ഇപ്പോൾ എങ്ങനെയൊക്കെ വെച്ചാലും എനിക്ക് ഇഷ്ടമാണ്, അത് കുഴപ്പമില്ല. പക്ഷേ ഈ മീൻ വറക്കുന്ന രീതിയിൽ മാറ്റം വരുമ്പോൾ എനിക്ക് ആ മീൻ വറുത്ത് കഴിക്കാൻ അങ്ങോട്ട് ഒരു ബുദ്ധിമുട്ടാണ്. എനിക്കിഷ്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയ ഉള്ളി, കുരുമുളക്, വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് അരയ്ക്കുക. ആ ഒരു അരപ്പും അതിൽ തന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂട്ടി അരയ്ക്കുക, ഉപ്പൊക്കെ ഇട്ടിട്ട്. ഞാൻ ചിലപ്പോൾ അങ്ങനെ ചെയ്യും, ചിലപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ഇട്ട് തിരുമ്മി അതിലോട്ട് നമ്മുടെ ചെറിയ ഉള്ളിയും കുരുമുളകും 2 അല്ലി വെളുത്തുള്ളി, കുഞ്ഞി കഷ്ണം ഇഞ്ചിയൊക്കെ ഇട്ട് അരച്ച് ആ ഒരു സ്പെഷ്യൽ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കും. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സാക്കി കുറച്ചധികം കറിവേപ്പിലയൊക്കെ ഇട്ട് ഇങ്ങനെ അപ്പുറവും ഇപ്പുറവും ചെറു തീയിലിട്ട് ഇങ്ങനെ മൂപ്പിച്ച് മറിച്ച് അത്യാവശ്യം നല്ല ഒന്ന് മൂക്കണം. അപ്പോൾ ആ ചെറിയ ഉള്ളിയുടെയും കുരുമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ടേസ്റ്റും മണം ഒക്കെ അതിലോട്ട് പിടിക്കും. ഈ ഒരു അരപ്പ് മാത്രം കൂട്ടി ചോറ് കഴിക്കാൻ തന്നെ നല്ല സ്വാദാണ്. നമുക്ക് ചെറുപ്പം മുതലേ ഈ ഒരു മസാല തിന്ന് വെറുതെ ഈ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ഇട്ട് വറക്കൂലേ, അങ്ങനെ വറുത്ത് കഴിയുമ്പോൾ എന്തോ ഒരു മാതിരി തോന്നും. അത് നമുക്ക് ശീലമായിട്ടാണ്, ആദ്യം മുതലേ നമ്മൾ അങ്ങനെ വറുത്ത് കഴിച്ചുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ ഒരു തൃപ്തിയായ മീൻ വറക്കൽ റെസിപ്പി ഇങ്ങനെയാണ് കേട്ടോ. വൈകിട്ടത്തേക്കുള്ള എടുത്ത് ബാക്കി ഞാൻ കുറച്ച് എടുത്ത് വയ്ക്കുന്നുണ്ട് തൊട്ടടുത്ത ദിവസം വറക്കാനായിട്ട്. അപ്പോൾ അത്യാവശ്യം കഴിക്കാനുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഉണ്ടല്ലോ ഈ എന്താ പറയുക, ചെറിയുള്ളിയും കുരുമുളകും അങ്ങനത്തെ ആ ഒരു മസാലയൊക്കെ തയ്യാറാക്കി അതിൽ മീനൊക്കെ ഇട്ട് വറുത്ത് ആ ഒരു ചട്ടിയിൽ ഒരു പിടി ചോറിട്ട് കഴിച്ചിട്ടുണ്ടല്ലോ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എൻ്റെയൊക്കെ ചെറുതിൽ അമ്മ മീൻ വറക്കുമ്പോഴത്തേക്കും ചട്ടിക്ക് ഞങ്ങൾ 3 മക്കളും പൂര വക്കാണോ തല്ലുമായിരിക്കും. ഇത്തവണത്തെ ചട്ടി എനിക്ക് വേണം പറഞ്ഞിട്ട്. അപ്പോൾ അമ്മ ഓരോ വട്ടി ഓരോരുത്തർക്കാണ് ഇങ്ങനെ ചട്ടിച്ചോറ് തരാറ്. ഇവിടെ അതുപോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചാൽ ഈ ചട്ടിയിൽ കുറച്ച് ചോറിട്ട് ഇളക്കിയിട്ട് 2 ആൾക്കും ഷെയർ ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ ഒരു വാരിക്കൊടുക്കും. കൂട്ടത്തിൽ നമ്മളും 2-3 വായൊക്കെ അകത്താക്കലുണ്ട് കേട്ടോ. കാരണം ഈ ഒരു മീൻ മസാലയ്ക്കും അതിലിത്തിരി വെളിച്ചെണ്ണ ഒറ്റിച്ചിളക്കിയ ചോറിനും ഒരു പ്രത്യേക രുചി തന്നെയാണ്. അപ്പോൾ കൂട്ടത്തിൽ ഞാൻ എൻ്റെ പെൺകുട്ടിക്ക് കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അവൾക്ക് മത്തിയും 2 തലയൊക്കെ ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഒരു മത്തി മഞ്ഞക്കറിയാണ്. അവൾക്ക് പ്രത്യേകിച്ച് മസാലയും ഒന്നും ആവശ്യമില്ലേ. അപ്പോൾ അങ്ങനെ ഏകദേശം എല്ലാ പണികളും തീർന്നിട്ടുണ്ട്. പഞ്ഞി ഊരി വയ്ക്കാനായിരുന്നു
ഞാൻ പെടാപ്പാട് പെട്ടത്. ആകെ എത്രയാണ് ഉള്ളത്. ഇതാണെങ്കിൽ തോനെ വേണമെന്ന് ആദ്യം തന്നെ ഓരോരുത്തർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉള്ളത് കൊണ്ട് ഓണന്മാരി ഞാൻ ഓരി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കും എൻ്റെ കെട്ടിയവനും കുറച്ച് അച്ചൂട്ടിക്കും മാരിക്കും തോനെ, അങ്ങനെയാണ് അവർക്കും ഇഷ്ടമുള്ളത് ഓരി വയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യൽ. അതുപോലെ കൂട്ടാനൊന്നും പിന്നെ വറുത്തിട്ടില്ല. ഏകദേശം 10 മണിയായിരുന്നു എൻ്റെ വെച്ചുണ്ടാക്കൽ കഴിഞ്ഞപ്പോഴത്തേക്കും. പിന്നെ കഴിക്കൽ കഴിഞ്ഞ് ക്ലീനിങ്ങും കുളിയും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലൊരു നേരമായി. ഉണ്ണികൾക്ക് വേഗം ഞാൻ 10 മണിക്ക് ഒരു 10-10:15 കൂടി കഴിക്കാനൊക്കെ കൊടുത്ത് ഒരു 10:30 ആയപ്പോഴത്തേക്കും കിടക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. കാരണം തൊട്ടടുത്ത ദിവസം സ്കൂളുണ്ട്. അപ്പോൾ നമ്മൾ വറുത്തിടാത്ത മീൻ കറിയും മീൻ വറുത്തതും പഞ്ഞിയൊക്കെ ചോറ് കഴിച്ചു കേട്ടോ. കുറച്ച് ഉലുവയും ചെറിയുള്ളിയൊക്കെ വറുത്തിട്ട് ഒന്നുകൂടെ സ്വാദുണ്ടാവും കറി. ഇനി അത് നാളെ ആവാമെന്ന് കരുതി. വയ്യാതെ ആയി കഴിഞ്ഞാൽ പിന്നെ സ്വാദൊന്നും വേണമെന്നില്ലല്ലോ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ അംഗം വെട്ടെല്ലാം തീർന്നിരിക്കുകയാണ്. ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഫാമിലിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ പൂർവാധികം ശക്തിയിൽ നമ്മളെ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വരുന്നൊക്കെ ഞാൻ പറഞ്ഞതാണ്. സ്കൂൾ മാത്രമേ തുറന്നിട്ടുള്ളൂ. എൻ്റെ ഉണ്ണിയുടെ കോഴ്സും ക്ലാസ്സും ഒന്നും തുടങ്ങിയിട്ടില്ല ആദ്യയുടെ. അപ്പോൾ അതിപ്പോൾ വലിയൊരു കടമ്പയാണ് അല്ലേ. അപ്പോൾ നമ്മൾ അമ്മമാർക്ക് അങ്ങനെ കുട്ടികളെ വെറുതെ ഇരിക്കുമ്പോൾ പുതിയൊരു കോഴ്സിനും കാര്യങ്ങൾക്കും ചേരാത്തുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഏത് ചെയ്യും എന്നൊക്കെയല്ലേ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് തിരക്കിലാണ് ഞാൻ. അപ്പോൾ ഏറ്റവും അടുത്ത ദിവസം അവനെ എന്തെങ്കിലും ഒരു കോഴ്സിന് നമ്മൾ ചേർത്ത് വിടുന്നതാണ്. പിന്നെ അവനവൻ്റെ ക്ലാസ് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുമല്ലോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളിലൊക്കെ ഞാനും ഒന്ന് ഉഷാറാവണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈശ്വരൻ അതിനുള്ള പ്രാപ്തിയൊക്കെ നമുക്ക് തരട്ടെ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.